എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 75th റിപ്പബ്ലിക് ഡേ ആചരിക്കുകയാണ് അല്ലേ. ദ ഡേ ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു ദിവസം തന്നെ നമ്മൾ നമ്മളുടെ ഭരണഘടനയെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ പോവാണ്. ഇതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഭരണഘടന എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ചാണ്. നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എങ്ങനെ രൂപം കൊണ്ടു, എങ്ങനെ പ്രവർത്തിച്ചു, എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഭരണഘടനയിലോട്ട് എത്തിച്ചേർന്നതെന്നാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. നമ്മളുടെ ഭരണഘടന നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് തൊട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രിയാമ്പിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ഓഫ് ഇന്ത്യൻ പോളിറ്റി ബൈ എം ലക്ഷ്മികാന്ത്. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിൽ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കവർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ കൂടെ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിലോട്ട് നമ്മൾ വരുമ്പോൾ ഇത് ഏതൊരു ബുക്കിനും ഒരു ആമുഖം കൊടുക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ സാധാരണ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ കാണാറില്ലേ, ആ ഓഥർ എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ആ ബുക്കിൻ്റെ ഫിലോസഫി എന്നൊക്കെ പറഞ്ഞു തരുന്നത്, നമ്മളെ ആ ബുക്കിലോട്ട് ആകർഷിക്കാനുള്ള പലതും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആമുഖം നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാലും വളരെ സിമ്പിളാണ്. പക്ഷേ ആ ഭരണഘടനയുടെ ആമുഖത്തിലത്തെ ഓരോ വാക്കുകളും അതിനെ പവർഫുൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വാക്കുകളും എടുത്തു നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഭരണഘടനയെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്, ആ ആമുഖത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രാക്ടീസ് ആദ്യമായിട്ട് തുടങ്ങിയത് അമേരിക്കക്കാരാണ്. പിന്നീട് നമ്മളൊക്കെ അത് ഫോളോ ചെയ്യുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ഭരണഘടനയുടെ ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ വളരെ വലുതാണ്. നമ്മളുടെ രാജ്യത്തിൻ്റെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആന വലിപ്പത്തിലുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് പറയാറുള്ളത്. വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ വായിച്ചു തീർക്കാൻ നമ്മളെയും കൊണ്ടൊന്നും പറ്റില്ല. നമുക്കതിനുള്ള ഇൻട്രസ്റ്റും തോന്നണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഭരണഘടനയിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിയാമ്പിൾ എന്നുള്ള ഒരു ഭാഗം കൊടുക്കുന്നത് തന്നെ. ഇപ്പോൾ നമ്മളുടെ കേരള SCERT ടെക്സ്റ്റ് ബുക്കുകളിലും ഈ പ്രിയാമ്പിൾ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കും പെട്ടെന്ന് വായിച്ചു തീർക്കാം. ഭരണഘടന പഠിക്കുന്നതിന് തന്നെ ഏറ്റവും ഒരു ബേബി സ്റ്റെപ്പ് എന്ന് പറയില്ലേ, നമ്മൾ എടുത്തു വെക്കാവുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിയാമ്പിൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ എന്നെ പാൽക്കിവാല എന്നു പേരുള്ള ഒരു എമിനന്റ് ജൂറിസ്റ്റ് പറഞ്ഞത്, ഈ ഭരണഘടനയുടെ ആമുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയ്ക്ക് ഒരു ഐഡന്റിറ്റി കാർഡാണ്. എന്താണ് ആ ഭരണഘടന എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തം ആ ആമുഖത്തിലുണ്ട്. നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവും. പിന്നെ ഈ ഒരു ഭരണഘടനയുടെ ആമുഖത്തിന് വളരെയധികം സാമ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനെ കുറിച്ച്. ആ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനായിട്ട് വളരെയധികം സാമ്യമുണ്ട്. കാരണം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസംബർ 13, 1946 നെഹ്റു ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നുള്ളത് നമ്മളുടെ ഭരണഘടന എങ്ങനെയാണ് ഇരിക്കേണ്ടത് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരുന്നു. വാട്ട് ഷുഡ് ബി ദ ഫണ്ടമെൻ്റൽസ് ആൻഡ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു വീട് പണിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ആ വീട്ടിൽ വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലെ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ച കുറച്ച് കാര്യങ്ങളായിരുന്നു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീട് പണിത് കഴിയുമ്പോൾ ആ വീട് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു മിനിയേച്ചർ നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് ആദ്യം നമ്മൾ വെച്ച ബ്ലൂ പ്രിൻ്റ് ആയിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ടാവും അല്ലേ. അത് കണക്ഷൻ ഉണ്ടാവണമല്ലോ, അപ്പോഴല്ലേ അത് സക്സസ്ഫുൾ ആവണേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മിനിയേച്ചർ വീട് പണിതതിന് ശേഷം ഉണ്ടാക്കിയ ആ വീട് എങ്ങനെയാണ് ഇരിക്കുന്നതിനെ കുറിച്ച് ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കിയതാണ് നമ്മളുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനോട് വളരെയധികം സാമ്യമുള്ളത്. അപ്പോൾ ഈ ഒരു ഭരണഘടനയുടെ ആമുഖം പക്ഷേ ആദ്യം നമ്മൾ അഡോപ്റ്റ് ചെയ്തത് പോലെയൊന്നുമല്ല ഇപ്പോൾ ഇരിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വരുത്തിയത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ്. 1976 അതായത് നമ്മളുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത് അതിനുശേഷം കമൻസ്മെൻറ്റ് നടന്നത് ജനുവരി 26, 1950. അപ്പം മൊത്തത്തിൽ ഒരു 26 വർഷത്തിന് ശേഷമാണ് നമ്മളുടെ ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തിയിട്ട് പ്രിയാമ്പിളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുന്നത്. ഈ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭരണഘടനയെ തന്നെ വളരെയധികം മാറ്റിമറിച്ച ഒരു ഭേദഗതിയായിരുന്നു അത്. നമ്മളുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഭേദഗതി വഴിയാണ് ചില വാക്കുകൾ ആഡ് ചെയ്തത്. സോഷ്യലിസ്റ്റ്, സെക്കുലർ,
അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്കുകളൊക്കെ ആഡ് ചെയ്തത്. പക്ഷേ ഈ ഒരു വാക്കുകൾ അപ്പോൾ മാത്രമാണ് ആഡ് ചെയ്തതെങ്കിലും നമ്മളുടെ ഭരണഘടനയുടെ ഉള്ളിലും ഈ ഒരു വാക്കുകൾ ഓൾമോസ്റ്റ് നിക്ഷിപ്തമാണ്. നമ്മൾ ഓരോ ഭാഗം എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാവണമെന്ന് തന്നെയാണ് ഭരണഘടന ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാവാനും അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതും എല്ലാം നമ്മളുടെ ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ വലിയൊരു വിവാദം നടന്നിരുന്നു. നമ്മൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ കുറേ പേര് പ്രിയാമ്പിൾ പോയിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു സെക്യുലർ എന്നുള്ള ഭാഗം എടുത്തു കാണിച്ചുകൊണ്ട്. അപ്പോൾ പലരും പറഞ്ഞു സെക്യുലർ എന്നുള്ളത് നിങ്ങൾ ഇന്ദിരാഗാന്ധി ആഡ് ചെയ്തതല്ലേ, ഇത് ശരിക്കും പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മളെ രാജ്യം സെക്യുലർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ വെറും മണ്ടത്തരമായിട്ടുള്ള വാദമാണ്. കാരണം സെക്യുലർ എന്നുള്ളത് നമ്മളെ പ്രിയാമ്പിളിൽ പിന്നെയാണ് ആഡ് ചെയ്തത്. പക്ഷെ നമ്മളെ ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പലതും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു സെക്യുലർ ആയിട്ടുള്ള രാജ്യം വേണമെന്ന് തന്നെയാണ് നമ്മളുടെ ഭരണഘടനാ ശില്പികളും ആഗ്രഹിച്ചിരുന്നതെന്ന്. ഈ സോഷ്യലിസത്തിന്റെ കാര്യം നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെയും ഒരു സോഷ്യലിസത്തിന്റെ ടച്ച് നമുക്ക് കാണാൻ കഴിയും. ഇൻറ്റഗ്രിറ്റിയുടെ കാര്യം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പിന്നീട് വന്നതാണെങ്കിലും അവിടെയും ഇൻറ്റഗ്രിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഭരണഘടനയിലത്തെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുക. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് നോക്കാം. നമ്മളുടെ വാക്കുകളാണ് നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിനെ വളരെ പവർഫുൾ ആക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഓരോ വാക്കുകളും ഇവിടെ കൊടുത്തിട്ടുള്ളപ്പോൾ അത് ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഈ ഭരണഘടനയുടെ ആമുഖം നൽകാനുള്ള പവർ എന്നുള്ളതാണ്. ആമുഖം മാത്രമല്ല, ഈ ഭരണഘടന നൽകാനുള്ള പവർ എന്താണ്, അത് എവിടെ നിന്നാണ് വരുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ജനങ്ങൾ ആണ് ഈ ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള പവർ നൽകുന്നത്. നമ്മൾ വഴിയാണ് ഈ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ആ ഒരു പവർ ലഭിച്ചത്. സോ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് പവർ ഓഫ് മേക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രിയാമ്പിളിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇത് നിങ്ങൾ അവസാനത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും കാണാൻ പറ്റും. ആൻഡ് ഗീവ് ടു അവർ സെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ഭരണഘടനയാണിത്. അല്ലാതെ ഭരണഘടനാ നിർമ്മാതാക്കളോ ബ്രിട്ടീഷുകാരോ ഏതെങ്കിലും രാജകുടുംബമോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഏതെങ്കിലും ഫാമിലിയോ നമുക്ക് നൽകിയ ഒരു ഭരണഘടനയല്ല ഇത്. ഇത് നമ്മൾ ജനങ്ങൾ നമുക്കായിട്ട് ഫോം ചെയ്ത് നമുക്കായിട്ട് തന്നെ നൽകിയ ഒരു ഭരണഘടനയാണ്. അപ്പോൾ സോഴ്സ് ഓഫ് ദ പവർ ഓഫ് മേക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തന്നെ വളരെ പവർഫുൾ ആക്കുന്നില്ലേ. കാരണം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും, നമ്മൾ പലപ്പോഴും പോലീസൊക്കെ ആയിട്ട് കയർക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാൻ ഈ രാജ്യത്തെ പൗരനാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ പൗരൻ്റെ ആ ഒരു പൗരബോധം നമുക്ക് അഭിമാനിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ആ ഒരു ആമുഖം വായിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്. ഇപ്പൊ കുട്ടികളൊക്കെ ഇത് വായിക്കുകയാണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ജനങ്ങളാണല്ലേ ഈ ഭരണഘടന നമുക്കായിട്ട് തന്നെ നൽകിയത്. അല്ലാതെ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഏതോ ഭരിക്കുന്ന പാർട്ടിയാണ് ഇവിടുത്തെ രാജാക്കന്മാര്, അല്ലെങ്കിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആണോ രാജാക്കന്മാര്. അല്ല, ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാര്. ഈ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ എന്ന് പറയുന്നത് നമ്മളുടെ ഭരണത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ഒരു വീടൊക്കെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അവിടെ അത് നോക്കി നടത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വീട് നോക്കി നടത്താനായിട്ട് നമ്മളൊരു കാര്യസ്ഥനെ വെക്കും. അതുപോലെ ഒരു കാര്യസ്ഥൻ മാത്രമാണ് പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ. ഇവിടുത്തെ ശരിക്കുള്ള അധികാരം ഇരിക്കുന്നത് ജനങ്ങളുടെ കയ്യിലാണ്. നമ്മൾ അവരെ എലക്ട് ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു ജോലിക്കാരനായിട്ട് ഒരു സെർവൻ്റായിട്ട് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ അവരെ രാജാവായിട്ട് ഏറ്റവും ഉന്നതിയിലുള്ളവരായിട്ട് കാണുന്ന കാലമൊക്കെ പണ്ട് രാജഭരണത്തിന്റെ കാലത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവര് നമ്മളെ സെർവ് ചെയ്യുന്ന നമ്മളുടെ സെർവൻസ് ആണ് എന്നുള്ളൊരു ബോധ്യം കൂടെ നമുക്ക് ഉണ്ടാവണം. അപ്പോഴാണ് നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശരിക്കും പോരാടാൻ നമുക്ക് കഴിയുള്ളൂ. പലപ്പോഴും ഈവൻ PSC വരെ പലപ്പോഴും ജോലിയൊക്കെ ഏതാണ്ട് ഔദാര്യം പോലെയാണ്. അല്ല, ജോലിക്കായിട്ട് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികവുറ്റവരെ സർക്കാരിന് ആവശ്യമുള്ളതുകൊണ്ടാണ്. സർക്കാരിൻ്റെ ആവശ്യമാണ് ഉദ്യോഗാർത്ഥികളെ, മികച്ച ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അല്ലാതെ ഇവിടെ എന്താ പറയുക, നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ പോയി സമരം ഇരുന്ന് പട്ടിണി കിടന്ന് ജോലി ഔദാര്യമായിട്ട് വാങ്ങിച്ചെടുക്കേണ്ട ആവശ്യം ഒരു ഉദ്യോഗാർത്ഥിക്കും ഇല്ല. സർക്കാരിൻ്റെ ആവശ്യമായിട്ട് കാണണം ഒരു ഉദ്യോഗാർത്ഥിനെ മികച്ച ഒരു എംപ്ലോയി ആയിട്ട് ആ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഏതാണ്ട് എന്താ പറയുക ഒരു ജോലി നൽകൽ പാക്കേജായിട്ട് ഒരിക്കലും PSC പരീക്ഷകൾ മാറരുത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു രാജ്യത്ത് ജനങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അത് തന്നെയാണ് ആദ്യത്തെ വാക്കിൽ തന്നെ.
നമ്മളുടെ ഭരണഘടന തുറക്കുമ്പോൾ നമ്മൾ ആദ്യം വായിക്കുന്നത് ഭരണഘടനയുടെ ആമുഖമാണെന്ന് ഞാൻ പറഞ്ഞു. ആ ആമുഖത്തിൽ നമ്മൾ ആദ്യത്തെ വാക്കായിട്ട് തന്നെ വായിക്കുന്നത് എന്താ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ജനങ്ങളുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടാണ് ആ ആദ്യത്തെ വാക്ക് തന്നെ പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ബോധ്യം ഉണ്ടാവണം, നമ്മൾ ജനങ്ങളാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇവിടെ എന്തെങ്കിലും തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും പറ്റുന്നത് നമുക്കാണ്. എലക്ഷൻ വഴി ഏറ്റവും മികവുറ്റവരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റും, ഏറ്റവും മണ്ടന്മാരെ തിരഞ്ഞെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബ്രേവ് ആയിരിക്കണം. നമ്മളെങ്ങനെയാണോ അതാണ് നമ്മളുടെ കാൻഡിഡേറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെങ്ങനെ ചിന്തിക്കുന്നോ അത് തന്നെ കാൻഡിഡേറ്റിലും കാണും. നമ്മൾ ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മികച്ച കാൻഡിഡേറ്റ്സിനെ കിട്ടും. മികച്ച കാൻഡിഡേറ്റ്സ് മെമ്പേഴ്സായി മാറും, റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് മാറും. നമ്മൾ മണ്ടന്മാരായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ജാതിയുടെ പേരിലോ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മോശം കാൻഡിഡേറ്റ്സിനെ മെമ്പേഴ്സാക്കി മാറ്റും. കാരണം നമുക്ക് അവിടെ ജാതിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മാത്രമായിരിക്കും മാനദണ്ഡം. അപ്പോൾ നമ്മൾ ജനങ്ങളാണ് ഈ രാജ്യത്തെ തന്നെ നിർണ്ണയിക്കാൻ പോകുന്നത്. ആ ഒരു പവർ തന്നെയാണ് ആദ്യത്തെ വാക്കിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു രാജ്യത്തെ എങ്ങനെ ഉള്ള രാജ്യമാക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് എന്നുള്ളതാണ്. അത് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിലത്തെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് തന്നെ ഇന്ത്യയുടെ പോളിറ്റി എപ്രകാരമുള്ളതായിരിക്കണം എന്നുള്ളതായിരുന്നു. ഈവൻ ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലും, സോഴ്സ് ഓഫ് ദി പവർ എന്ന് പറയുന്നത് പോലും നമ്മളുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനങ്ങളായിരിക്കണം ഇവിടുത്തെ പവറിൻ്റെ സോഴ്സ്, അല്ലാതെ ഒരു രാജകുടുംബമോ ബ്രിട്ടീഷ് രാജവംശമോ ഒന്നും ആയിരിക്കരുതെന്ന് നമ്മളുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനായിട്ട് വളരെയധികം സാമ്യമുണ്ട്. അപ്പോൾ എത്തരത്തിലുള്ളൊരു രാജ്യം വേണമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ അതുപോലെ തന്നെ ഉള്ള വാക്കുകളൊക്കെ നമ്മൾ പിന്നീട് ആഡ് ചെയ്തതാണ്. പക്ഷെ നമ്മളുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോവറൈൻ, സർവാധികാരമുള്ളൊരു രാജ്യം. നമ്മളുടെ ബ്രിട്ടീഷുകാരുടെ കീഴിലോ ഏതെങ്കിലും കൊളോണിയൽ ശക്തികളുടെ കീഴിലുള്ളൊരു രാജ്യമല്ല, നമ്മൾ സ്വന്തമായിട്ട് സർവാധികാരമുള്ളൊരു രാജ്യം. പിന്നെ ഡെമോക്രസി വഴി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു മന്ത്രിസഭയും രാജ്യം ഭരിക്കുന്നവരൊക്കെ ഉള്ള ഒരു സിസ്റ്റം, ഡെമോക്രസിയാണ് വേണ്ടത്. റിപ്പബ്ലിക്, അവിടെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഹെഡ്, പ്രസിഡന്റ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കണം. അപ്പോൾ ഓരോ വാക്കിലുണ്ട് സർവാധികാരം ഉണ്ടാവണം. ആ സർവാധികാരം ആർക്കാണ് ഉണ്ടാവേണ്ടത്? നമ്മളുടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾക്ക്. ആ പ്രതിനിധികളുടെ അധികാരം എവിടെ നിന്നാണ് വരുന്നത്? ജനങ്ങളിൽ നിന്ന്. അപ്പോൾ അൾട്ടിമേറ്റ്ലി സർവാധികാരം ആർക്കാ? ജനങ്ങൾക്ക് തന്നെയാണ്. ഇത് റിപ്പബ്ലിക് ആണെന്ന് പറയുമ്പോഴും ഡെമോക്രാറ്റിക് ആണെന്ന് പറയുമ്പോഴും അവിടെയൊക്കെ ജനങ്ങളുടെ ആ ഒരു പരമാധികാരത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സോഷ്യലിസ്റ്റും സെക്യുലറും പിന്നീട് നമ്മൾ ആഡ് ചെയ്തതാണെങ്കിലും അത് പണ്ടേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുൻപ് പറഞ്ഞു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ വേർഡ്സും എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ പോളിറ്റി എപ്രകാരമുള്ളതായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പോളിറ്റി എപ്രകാരമുള്ളതായിരിക്കണം എന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു രാജ്യത്ത് നമ്മൾ ഈ ഒരു ഭരണഘടന വഴി ജനങ്ങൾക്ക് എന്താണ് ഉറപ്പ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതും നമ്മളുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഉറപ്പ് വരുത്തേണ്ടത്. ഈ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPs ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് കാണാം. അപ്പോൾ ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ് സിറ്റിസൻസ് ജസ്റ്റിസ്. വെറും ജസ്റ്റിസ് ആണോ? വെറും നീതിയാണോ? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അത് കഴിഞ്ഞാൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ നമ്മളുടെ മേൽ അധികം നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തന്നെ അവസ്ഥ. എത്തരത്തിലുള്ളത്? തോട്ട്, നമ്മളുടെ ചിന്ത, എക്സ്പ്രഷൻ, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ആരാധന, ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മളുടെ മേൽ നിയന്ത്രണം അധികം ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ഒരു ചെറിയ പോയിന്റ് ഉണ്ട്, പബ്ലിക് മൊറാലിറ്റി. അതുപോലെ തന്നെ നിയമത്തിന് നിരക്കാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യമൊന്നും നമുക്ക് നൽകില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു അവകാശം തന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ പുറത്തു പോയി എൻ്റെ അയൽക്കാരനെ അസഭ്യം പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ? എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ മറ്റുള്ളവരെ ഹനിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല അത്. അപ്പോൾ ലിബർട്ടിക്ക് ശേഷം പറയുന്നത് എന്താ? ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കിപ്പോൾ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ളവർ ഒരേപോലെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ശരിയാണ്, ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള രീതിയിൽ റിസർവേഷൻ ഉണ്ട്. EWS, പല OBC, SC ST റിസർവേഷൻസ് ഉണ്ട്. പക്ഷെ ഓരോ കാറ്റഗറിയിലുള്ളവരും ഒരുപോലെയാണ്. ആ പുറകിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരുപോലെയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിലെ കാൻഡിഡേറ്റ് ആയ ഞാൻ ഒരു
അംബാനിയുടെ മകനോട് മത്സരിക്കുമ്പോൾ അംബാനിയുടെ മകനാണ് എന്നുള്ള രീതിയിൽ അംബാനിയുടെ മകന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഈവൻ അമിത്ഷായുടെ മകൻ വന്ന് മത്സരിച്ചാൽ പോലും അമിത്ഷായുടെ മകനും ഞാനും ഒരുപോലെയാണ് മത്സരിക്കുന്നത്. കാരണം എനിക്ക് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഈ രാജ്യത്തെ മൗലിക അവകാശങ്ങൾ ഉറപ്പ് തരുന്നുണ്ട്. ആ ഒരു മൗലിക അവകാശങ്ങളിൽ അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയാമ്പിളിലും നമ്മളത് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്. പിന്നെ അമിത്ഷായുടെ മകൻ ജയ്ഷായ്ക്കും എനിക്കും ഒരേ സ്റ്റാറ്റസ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരാണ്. അല്ലാതെ നമ്മളുടെ ഭരണഘടനയോ ഭരണകൂടമോ എന്നെ നോക്കുമ്പോൾ ഓക്കെ അവൻ ജയ്ഷാ അമിത്ഷായുടെ മോൻ, ഇവൻ ആര്, ഇവൻ വെറും സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നോക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ കാണുമ്പോൾ നമ്മളുടെ കണ്ണിലുണ്ടാവും ഓ അവൻ കാശുകാരൻ, അവൻ വലിയ പഠിപ്പി, അങ്ങനെ രീതിയിൽ നമുക്കൊരു സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ ഭരണഘടന ബ്ലൈൻഡാണ്. ഒരിക്കലും ഇവൻ വലിയ കാശുകാരൻ എന്നുള്ള രീതിയിൽ ഒരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും കാണിക്കില്ല. അതുകൊണ്ടാണ് ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ fraternity assuring the dignity of the individual and the unity and integrity of our nation. അപ്പോൾ ഫ്രറ്റേണിറ്റി സാഹോദര്യവും വേണം നമ്മളുടെ ജനങ്ങൾക്കിടയിൽ എന്നും നമ്മളുടെ പ്രിയാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ സാഹോദര്യം വേണമെന്ന് പറയുമ്പോൾ നമ്മളെ വെറുതെ മനുഷ്യന്മാരെന്നുള്ള രീതിയിൽ ബഹുമാനിച്ച് പോകാമെന്ന് മാത്രമല്ല നമ്മളുടെ ഡിഗ്നിറ്റിക്കും അവർ വില തരുന്നുണ്ട്. നമുക്കൊരു ബഹുമാനം ഉണ്ടാവണം. ഓരോ വ്യക്തിക്കും നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. നമ്മളൊരു പാവപ്പെട്ടവനെയോ അല്ലെങ്കിൽ റോട്ടിൽ പണിയെടുക്കുന്ന ഒരാളെയോ നമ്മൾ മോശമായിട്ട് പറയുമ്പോൾ ശരിക്കും നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ആരെയും അധിക്ഷേപിക്കാൻ പാടില്ല. ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ ഒരിക്കലും ആരെയും അധിക്ഷേപിക്കാൻ പാടില്ല. നമ്മൾ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഭരണഘടന തന്നെ നമ്മളോടത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ DPSPസോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസോ ഇതിന് വേണ്ടി എടുത്ത് വായിക്കാൻ നിൽക്കോ? അതുകൊണ്ടാണ് ആമുഖത്തിൽ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ ഒരു സാഹോദര്യം വേണം. നിങ്ങളുടെ ഓരോ ഭാരതീയ സഹോദരന്മാരെയും സഹോദരിമാരെയും ബഹുമാനിക്കണം എന്ന് നമ്മളുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഡീപ്പായിട്ട് ഇത് വായിക്കണമെന്നില്ല. അപ്പോൾ അതിനുശേഷം ഇത് എന്നാണ് അഡോപ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇതെവിടെ വെച്ചാ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വെച്ചാണ് നമ്മളുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത്. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ദിസ് 26th of November 1949. ഞാൻ പറഞ്ഞില്ലേ അഡോപ്ഷൻ ഡേറ്റ് എന്നായിരുന്നു? November 26, 1949 ആയിരുന്നു അഡോപ്ഷൻ ഡേറ്റ്. അപ്പോൾ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എന്ന് പറയുന്നത് November 26, 1949 ആണെന്ന്. പിന്നെ ഹിയർ ബൈ അഡോപ്റ്റ് enact and give to ourselves this constitution. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമുക്ക് തന്നെയാണ് ഈ ഒരു ഭരണഘടന നൽകുന്നത്. പിന്നെ ഈ ഒരു പ്രിയാമ്പിളിൻ്റെ ഡോക്യുമെൻ്റ് നിങ്ങൾ കാണുമ്പോൾ ആ ചുറ്റുമുള്ളൊരു ബോർഡർ വർക്ക് കാണുന്നില്ലേ? അതാരാ നൽകിയത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിൻഹ എന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ബോർഡർ വർക്ക് ഡെക്കറേഷനൊക്കെ നൽകിയത്. പിന്നെ ഭരണഘടനയുടെ മറ്റു ഭാഗങ്ങൾക്കൊക്കെ ശേഷമാണല്ലോ നമ്മൾ പ്രിയാമ്പിൾ കൊണ്ടുവന്നത്. മറ്റു ഭാഗങ്ങൾ സിൻഹയും അതുപോലെ തന്നെ ബോസും ചേർന്നിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഇത് ഇംഗ്ലീഷ് വേർഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് വന്നത്. ഒരു ഭരണഘടനാ ഭേദഗതിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഹിന്ദി അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് വന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഭരണഘടനയിലത്തെ ഓരോ വാക്കിൻ്റെയും ആ ഒരു വിലയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോഴ്സ് ഓഫ് ദി അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ജനങ്ങളാണ്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്താണ്? ഒരു സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, സോവറിൻ റിപ്പബ്ലിക് ആണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അവിടെ എന്തൊക്കെയാണ്? സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ഉള്ള, ലിബർട്ടി ഉള്ള, ഇക്വാലിറ്റി ഉള്ള, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം. അതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ November 26, 1949 ആണ്. ഇത് ഇങ്ങനെ ഒരു ചെറിയ ടോപ്പിക് നമ്മളുടെ ഇന്ത്യൻ പോളിറ്റിയുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആ പാട്ടിലുണ്ട്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ വേർഡ്സിലോട്ടും ഇറങ്ങിച്ചെന്നുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ വേർഡ്സ് ആണ് പവർഫുൾ ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വേർഡ്സിൻ്റെയും പവർ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഓരോ വേർഡ്സും എടുത്തു നോക്കാം. കീ വേർഡ്സ് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന വാക്ക് സോവറൈൻ എന്നുള്ളതാണ്. സർവാധികാരമുള്ള ഒരു രാജ്യം. നമ്മൾക്ക് സർവാധികാരമുണ്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കാണ് തീരുമാനങ്ങളൊക്കെ എടുക്കണം. അല്ലാതെ ബ്രിട്ടീഷുകാർക്കോ വേറെ ഏതെങ്കിലും കൊളോണിയൽ ശക്തികൾക്കോ, ഇപ്പം നമ്മൾ അമേരിക്കയായിട്ട് കുറച്ച് കണക്ഷനിലാണെങ്കിൽ അമേരിക്കയ്ക്കോ റഷ്യക്കോ ഒന്നും വന്ന നമ്മളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ പറ്റില്ല.
ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ അമേരിക്കക്കാർ മാക്സിമം ശ്രമിച്ചു നമ്മളെ യുക്രൈൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോകാൻ. റഷ്യക്കാർ ഒരു ഭാഗത്ത് നിന്ന് വലിക്കുന്നുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ന്യായീകരിച്ച് നിൽക്കാനായിട്ട്. പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കാരണം എന്താ, ഇന്ത്യ സോവറൈൻ ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ളൊരു സർവാധികാരമുണ്ട്. ഇന്ത്യ തീരുമാനിക്കും ഇന്ത്യക്ക് എന്ത് സ്റ്റാൻഡാണ് എടുക്കേണ്ടതെന്ന്. അല്ലാതെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാരുടെ കീഴിലിരുന്ന പോലെയല്ല നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാജ്യമാണ്. അത് തന്നെയാണ് സോവറൈൻ എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സോവറൈൻ എന്നുള്ള വാക്കിൽ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മളെ അയച്ച പ്രതിനിധികളാണ് ആ ഒരു അധികാരം കയ്യിൽ വെക്കുന്നത്. അപ്പം നമ്മൾ തന്നെയാണ് കൂടുതൽ പവർഫുള്ളായി മാറുന്നത്. നമ്മളുടെ മേൽ ആർക്കും അധികാരം സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ജനങ്ങളും ആരെയും നമ്മളുടെ ആശയങ്ങൾക്ക് മേൽ അധികാരം സ്ഥാപിക്കാനും അനുവദിക്കരുത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും UN നമ്മൾ മെമ്പറല്ലേ, അപ്പോൾ UN പറയണത് നമ്മൾ കേൾക്കണ്ടേ. UN നമ്മൾ മെമ്പറാണ്, പക്ഷേ നമ്മളെ സർവാധികാരം നമ്മൾ പണയം വെച്ചിട്ടില്ല. UN പറയണത് എപ്പോഴും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം പല രാജ്യങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ തന്നെ പലപ്പോഴും UN തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒക്കെ ഉണ്ട്. പല റൂളിങ്സും കൊണ്ടുവരാറുണ്ട്. പക്ഷെ റഷ്യ അത് പാലിക്കാറില്ല. റഷ്യക്ക് റഷ്യയുടേതായിട്ടുള്ള സർവാധികാരമുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള സർവാധികാരമുണ്ട്. മൊറാലിറ്റിയുടെ ഒരു കേസ് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ നമ്മൾ കോമൺവെൽത്തിൻ്റെ മെമ്പറാണ്. പക്ഷെ കോമൺവെൽത്തിൻ്റെ മെമ്പറാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർക്ക് നമ്മൾ അധികാരം കൈയടക്കി കൊടുത്തിട്ടുമില്ല. അപ്പോൾ ആദ്യത്തെ വാക്ക് തന്നെ സോവറൈൻ, നമ്മളെ സർവാധികാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം വരുന്ന വാക്ക് സോഷ്യലിസ്റ്റ് ആണ്. സോഷ്യലിസ്റ്റ് എന്നുള്ളത് വളരെയധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വാക്കാണ്. കാരണം ഈ നെഹ്റു, ഇന്ദിരാഗാന്ധി ഒക്കെ ഭയങ്കര സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ഈ സോഷ്യലിസ്റ്റ് എന്നുള്ള പദം ആഡ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് ഇങ്ങനെ ഒരു സോഷ്യലിസം എന്നുള്ളൊരു പദം ആഡ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് അത് ഇന്ദിരാഗാന്ധിയുടെ തന്നിഷ്ടം വെച്ചിട്ട് ഇന്ദിരാഗാന്ധി ചെയ്തതാണ്, ഈ സോഷ്യലിസം എന്നുള്ള പദം പ്രിയാമ്പിളിൽ നിന്ന് എടുത്തു കളയണമെന്നും പറഞ്ഞിട്ട് പല ബില്ലുകളും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പാർലമെന്റിൽ. പക്ഷെ നമ്മൾ DPSPs ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ ഒരു സോഷ്യലിസ്റ്റിന്റെ ടച്ച് ഉണ്ട്. നമ്മളുടെ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ, നമ്മളുടെ അച്യുതമേനോൻ സർക്കാരൊക്കെ ഇവിടെ നടപ്പിലാക്കിയ ഒരു ഭൂപരിഷ്കരണ നിയമമൊക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെയാ വന്നത്? ഈ ഒരു സോഷ്യലിസം എന്നുള്ള ആസ്പെക്റ്റിൽ നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ നടത്തണം എന്നുണ്ടായിരുന്നു. കേരളത്തിലൊക്കെയാണ് അത് മര്യാദയ്ക്ക് നടന്നുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ ഉള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ള സോഷ്യലിസത്തിനൊക്കെ ബേസ് ആയിട്ട് DPSPയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരു വാക്ക് പ്രിയാമ്പിളിലോട്ട് ആഡ് ചെയ്തു 42nd അമെൻമെന്റ് വഴി എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മളെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഭരണഘടനയുടെ കാര്യത്തിൽ വലിയൊരു പങ്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. കോൺഗ്രസ് പാർട്ടി 1955 ഒരു അവാർഡി സെഷനിൽ വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഭരണഘടനയ്ക്ക് ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ടച്ച് വേണം, ഇവിടുത്തെ പോളിസി എപ്പോഴും ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ടച്ച് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സോഷ്യലിസത്തിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ പൊതുവേ കാണുന്ന ഒരു സോഷ്യലിസം എന്ന് പറയുമ്പോൾ തന്നെ കാണുന്നത് നമ്മൾ റഷ്യക്കാരൊക്കെ കൊണ്ടു നടന്നിട്ടുള്ള ലെനിൻ്റെ ഒക്കെ പോലത്തെ ഒരു സോഷ്യലിസമാണ്. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല, എല്ലാം ഗവൺമെന്റിന്റെ കീഴിലായിരിക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ BSNL മാത്രമേ ഉണ്ടാവുള്ളൂ, ജിയോ, ഭാരതി എയർടെൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാ സർവീസസും ഗവൺമെന്റ് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയാണ്. എല്ലാം ഗവൺമെന്റിന്റെ കയ്യിൽ വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കൈൻഡ് ഓഫ് സോഷ്യലിസം. അതാണ് ഒരു മാർക്സിസ്റ്റ് കൈൻഡ് ഓഫ് സോഷ്യലിസം. പക്ഷെ നമ്മൾ കൊണ്ട് നടക്കുന്നത് ഈ ഒരു സോഷ്യലിസത്തിന്റെ, ഗാന്ധിയൻ മാർക്സ് സോഷ്യലിസത്തിന്റെ ഒരു മിക്സാണ്, ഒരു മിക്സ്ഡ് എക്കോണമിയാണ്. നമ്മൾ ഒരേ സമയം പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി അനുവദിക്കുന്നുണ്ട്, പക്ഷെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ചും കൂടെ സ്ട്രാറ്റജിക് ആയിട്ട് ഇവിടെ ഇന്ത്യ ഇടപെട്ടേ പറ്റൂ എന്നുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം അല്ല, നമ്മളൊരു മാർക്സ് സോഷ്യലിസത്തിൻ്റെയും ഗാന്ധിയൻ സോഷ്യലിസത്തിൻ്റെയും ഇടയിലാണ്. കുറച്ചും കൂടെ നമുക്കൊരു ചായ്വ് ഗാന്ധിയൻ സോഷ്യലിസത്തോടാണ്. പിന്നെ നമ്മൾ സോഷ്യലിസത്തിൽ നിന്ന് വളരെയധികം അകന്നു കഴിഞ്ഞു. നമ്മൾ 1991 LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഈ ഒരു റിഫോം കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള
മാർക്കറ്റിലുള്ള പങ്കാളിത്തം വളരെ കുറച്ചു. നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങി അല്ലേ, നമ്മളുടെ എയറിന്റെ വരെ ഇപ്പൊ നമ്മൾ വിറ്റു. അപ്പോൾ നമ്മൾ കൂടുതലും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇപ്പൊ എന്താ പറയാ ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനെ ചില കാര്യങ്ങളിലോട്ട് മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താ പറയുക ചില കാര്യങ്ങളിൽ ഇന്ത്യയുടെ പങ്കുണ്ട്. നമ്മളിപ്പോൾ വളരെയധികം പ്രൈവറ്റ് പ്രോപ്പർട്ടീനെ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യലിസത്തിൽ നിന്ന് നമ്മൾ വളരെ അകന്നു എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് വേർഡ് എന്ന് പറയുന്നത് കീ വേർഡ് എന്ന് പറയുന്നത് സെക്കുലർ ആണ്. ഇതും ഇന്ദിരാഗാന്ധി ആഡ് ചെയ്തതാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി ആഡ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ആവേണ്ടിയിരുന്നതെന്ന് പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവർ വാദിക്കുന്ന പോലെയൊന്നും അല്ല. ഇവിടെ മതനിരപേക്ഷത തന്നെയാണ് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കള് ഉദ്ദേശിച്ചത്. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവിടെ ഒരു ഹിന്ദു രാജ്യം നിർമ്മിക്കാനല്ല നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കള് ആഗ്രഹിച്ചത്. ഇത് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ഒരേ അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാകണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന് ഈ ഒരു രാജ്യത്തിന് ഒരിക്കലും അടിയറവ് വെച്ചു കൊടുക്കാൻ ഭരണഘടനാ നിർമ്മാതാക്കള് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ, നമ്മളുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഒക്കെ നൽകിയിട്ടുള്ള കുറച്ചധികം ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഫ്രീഡത്തിനെ കുറിച്ചാണ്. ഈവൻ നമ്മൾ ചില സമയത്ത് പറയാറുണ്ട് ഈ സർക്കാർ സ്കൂളുകളിൽ എന്താണ് ക്രിസ്മസ് ആഘോഷം നടത്താത്തത്, അല്ലെങ്കിൽ എന്താ പറയുക വിഷു ആഘോഷം നടത്താത്തത്. ഇതൊക്കെ നടത്താത്തത് എന്തുകൊണ്ടാ? നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. 28ാമത്തെ റൈറ്റിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. എന്താ? നമ്മളുടെ സ്റ്റേറ്റ് റൺ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു സെക്കുലർ അല്ലാത്ത കാര്യങ്ങൾ നടത്തരുത്. ഏതെങ്കിലും ഒരു മതത്തിനോട് ചായ്വുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ സ്റ്റേറ്റ് റൺ സ്കൂൾസിലൊന്നും നടത്തരുത്. കാരണം അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി എപ്പോഴും സെക്കുലർ ആയിട്ട് വേണം വർക്ക് ചെയ്യാൻ. പക്ഷെ ഇതിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മളുടെ NITകളിലും IITകളിലും ഒക്കെ പൂജകളും മറ്റും എന്താ അവിടുത്തെ NIT IIT അതോറിറ്റീസിന്റെ കയ്യിൽ നിന്ന് തന്നെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതും നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കള് നമ്മളുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളതും ഇത് ഒരു സെക്കുലർ കൺട്രി ആവണം, ഒരു മതനിരപേക്ഷതയുള്ള രാജ്യമാകണമെന്നാണ്. പിന്നെ ഇവിടുത്തെ സെക്കുലറിസത്തിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ സെക്കുലറിസം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളിൽ നിന്നും അകലം പാലിക്കുക എന്നുള്ളതല്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുക, ഒരുപോലെ അവരോട് പ്രവർത്തിക്കുക. അല്ലാതെ എല്ലാത്തിനെയും മതം വേണ്ട, നമ്മളെ രാജ്യത്തിന് മതം വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തല്ല. നമ്മളുടെ സെക്കുലറിസം എന്ന് പറയുന്നത് നമ്മളെല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിച്ച് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്ത് നമ്മൾ ഒരു രാജ്യം നിലനിന്ന് പോകണം എന്നുള്ളതാണ് നമ്മളുടെ സെക്കുലറിസത്തിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇവിടെ സോഷ്യലിസം ആണെങ്കിലും സെക്കുലറിസം ആണെങ്കിലും നമ്മൾ കാണേണ്ടത് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സോഷ്യലിസം ഉണ്ട്, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സെക്കുലറിസം ഉണ്ട്. അപ്പോൾ ഇത്രയും കീവേഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നല്ലപോലെ നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ബൈ.